ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി പടമാണ്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതേപോലെ തെങ്കാശിയിൽ അടിച്ചൊരു കാറ്റ്, തെങ്കാശിക്കാറ്റ്. താമരക്കുളം എന്ന സ്ഥലത്താണ് നമ്മുടെ കഥ നടക്കുന്നത്. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശിവൻ എന്നിവരുടെ അനുഗ്രഹം നിറഞ്ഞ ഗ്രാമം. താമരക്കുളം നിവാസികൾ പരസ്പരം സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കുന്ന ആളുകളാണ്. ഒന്ന് പോടാർക്കടന്ന് നിന്റെ തരികട പരിപാടി ശ്രമിക്കാൻ തുടങ്ങിട്ടെ നാള് കൊറേ. എന്റെ പെണ്ണാണ് നീ. എടി പുന്നാര മോളെ, ഇവിടെ ഇട്ട് നിന്നെ എന്ത് ചെയ്താലും ഒരു പട്ടിയും ചോദിക്കാൻ വരും. ചോദിക്കാൻ ഒരു പട്ടിയും വരില്ലടി എന്ന് ഭദ്രൻ പറഞ്ഞതും വന്നു. പട്ടിയല്ലാട്ടോ, നമ്മുടെ കഥയിലെ നായകൻ ശിവൻ, ശിവശങ്കരൻ. ഛർദിക്കോ ഇയാളിപ്പോ? എടോ, തൊള്ളയോണ്ട് ഫൈറ്റ് ചെയ്യാണ്ട നേരെ പോയി നിന്ന് അടിക്കടോ. നമ്മുടെ നായകന്റെ ബീജിയമാണ് ശിവായ നമഃ. A few moments later. നീ ഏത് തന്തയ്ക്ക് പറഞ്ഞവനായാലും ശരി, ഭദ്രന്റെ നെഞ്ചില ചവിട്ടിയത്. ഈ ഹീറോയിസ് ഒക്കെ കാണിച്ച് എന്നെ രക്ഷിക്കാൻ താനാരാ? നിന്റെ അച്ഛൻ. ഈ ഹീറോയിസ് ഒക്കെ കാണിച്ച് എന്നെ രക്ഷിക്കാൻ താനാരാ? നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. പെട്ടുപോകണ്ടാതെ സഹായിക്കാൻ ഇറങ്ങിയ ചെരുപ്പൂരി അടിക്കണം. ഇതിനു മുമ്പ് ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈശ്വരമംഗലത്തെ ശേഖരതമ്പുരാൻ. കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഈശ്വരമംഗലത്തെ ആയിരിക്കും. അല്ല, ഞാൻ ഇനി ഒന്നും പറയണ്ട. ശിവന് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാതെ സതീശൻ അയാളെ ഈശ്വരമംഗലം കോവിലകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഭദ്രൻ ആളൊരു നീർക്കോലിയാ. ആ, അത് മനസ്സിലായി. നിങ്ങൾക്ക് നീർക്കോലിനെ വരെ പേടിയാണല്ലേ? എന്താ പന്നെ? ഒന്നുമില്ല. ഈ ഭദ്രൻ ആളൊരു നീർക്കോലിയാ. എന്നിട്ട് ആരായാലും ശരി, ശേഖരൻ തമ്പുരാനെ ഇപ്പൊ ഒരു ആണിന്റെ പിൻബലം അത്യാവശ്യം. ഈ താമരപ്പടം കണ്ടില്ലേ? വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ സ്വർഗമായിരുന്നു. താമരക്കുളം മുതല് ഈശ്വരമംഗലം എത്തുന്നവരെ ഇയാൾ ആ വണ്ടിയിൽ ഇരുന്ന് പിറുപിറുപിറോന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറയെ പൂക്കളായിരുന്നു. ഇപ്പൊ നോക്കാനായിട്ട് ആരുമില്ല. തമ്പുരാന്റെ അനിയൻ കുട്ടൻ തമ്പുരാന്റെ മരണത്തോടു കൂടി ഈശ്വരമംഗലം നശിച്ചു. A few moments later. ഇതിന് മുമ്പിലുണ്ടാവും തൊഴിലാളി നേതാവായിട്ട് ഭദ്രൻ. ഇതാണ് പുല്ലൂണിത്തറ ശിവക്ഷേത്രം. ഒന്ന് നിർത്തോ റേഡിയോ? ഹൈദരാബാദ് ഗുണ്ടൂർ CI ശ്രീനിവാസറാവുവിന്റെ റിപ്പോർട്ടും തെങ്കാശിപുരം CI പളനിച്ചാമിയുടെ റിപ്പോർട്ടും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. എന്ത് റിപ്പോർട്ടാണ്? കാലാവസ്ഥ റിപ്പോർട്ടോ? അല്ല, കുട്ടൻ തമ്പുരാൻ മരിച്ചതിന്റെ. അത് ഞാൻ ഊഹിച്ചെടുക്കണോ? ഇതാണ് ഈശ്വരമംഗലം കോവിലകത്തെ തമ്പുരാൻ. മുടങ്ങിക്കിടക്കുന്ന ഉത്സവം നടത്താൻ ശ്രമിക്കുന്ന ഒരു തമ്പുരാൻ. എന്തറാ നീ ലാലേട്ടന്റെ 6ാം തമ്പുരാനെ കളിവെക്കാണോ എന്നൊന്നും ആരും ചോദിക്കരുത് പ്ലീസ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, നിങ്ങൾക്കത് വഴിയേ മനസ്സിലാവും. ആരാ? മനസ്സിലായില്ല. ശിവശങ്കരന് ഒരു പ്രത്യേകതയുണ്ട്. ചില സമയത്ത് ഇയാൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം അത്രയും സ്പീഡിലാണ് ഇയാൾ ഡയലോഗ് പറയണത്. എന്താ പോലീസുകാരൊക്കെ കുട്ടനമ്പുരാൻ എങ്ങനെയാ മരിച്ചത്? ഇനി ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീനാണ് ഇത്. കണ്ടിട്ട് ആർക്കെങ്കിലും ചിരി വന്നെങ്കിൽ നിങ്ങളുടെ ഹ്യൂമർ സെൻസ് അപാരം തന്നെ. അല്ല, തമ്പുരാട്ടിക്കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം? എന്തു പറയാനാ, വരുന്നവരെയൊക്കെ ഉപദ്രവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. നല്ല തമാശ. മതി, ഇത് മതി, ഇനി വേണ്ട. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാ മതി. ഹായ് ഡിക്രൂസ്, ഞാൻ ഉണ്ടമ്പൊരി. നീ എന്റെ ഡിക്രൂസിനെ ചീത്തയാക്കുന്നല്ലേ? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? വരുന്നവരെയൊക്കെ ഉപദ്രവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എടോ, ആ പാടം ഇറങ്ങിയിട്ട് കുറെ കൊല്ലായി. അതിനൊന്ന് വെറുതെ വിട്. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലല്ലേ. ഓൾറെഡി പല ഭാഷയിൽ ഇറക്കിയിട്ട് അതിനൊരു 10 തവണ കൊന്നു കഴിഞ്ഞു. ഇനി അതിന്റെ ട്യൂണും സ്ക്രിപ്റ്റും ഡയലോഗും എല്ലാം ഊരിയെടുക്കണോ? ഒന്ന് ഒഴിവാക്ക് പ്ലീസ്. ട്യൂണില്ലെങ്കിൽ വേണ്ട, കഥ ഉണ്ടായാ മതി. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കാം, കളറും ആക്കാം. അതിനെങ്ങാനും തൊട്ട നിന്റെ കൈ ഞാൻ വിട്ടു. ക്ഷമിക്കണം. അതിന് തല്ലുകൊണ്ടത് സതീശനല്ലേ? അയാളോടല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? ഇയാളോടൊക്കെ പോയിട്ട് എന്തിനാ ക്ഷമ ചോദിക്കണേ? ഇഡ്ലി കൊടുക്കാത്തേനോ? ക്ഷമിക്കണം. ഏയ് സാരില്ല, പാവംകുട്ടി. മെല്ലെ 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 പറയടോ, മെല്ലെ പറയേ. ഒരു ധൃതിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവൻ ഈശ്വരമംഗലത്ത് ജോലി തേടി വന്നതാണ്. ഇപ്പൊ ഇവിടുത്തെ തമ്പുരാന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഹലോ സൂപ്പർ സ്റ്റാർ. ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കില്ല. അവിനാക്ഷി അവിനാക്ഷി എന്നല്ല അയാള് പറഞ്ഞത്. ആ, മീനാക്ഷി എന്നാണ്. നീ കണ്ണി കണ്ട വരത്തന്മാരെ സ്വപ്നം കണ്ട് നടക്കാന്ന് കേട്ടു. ആണത്തോളവന്മാരെ സ്വപ്നം കാണുന്നതേ പെമ്പിള്ളേർക്കൊരു അന്തസ്സാ.
ഇയാൾ ഇങ്ങനെ നാറാനായിട്ട് ഓരോ സ്ഥലത്തും വന്ന് നിൽക്കുന്നുണ്ടാവും. ഈ സിനിമ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് ഇയാളുടെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അല്ല, കാര്യമൊന്നുമില്ല, വെറുതെ നാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇന്ന് പോടാ അവിടെ നിന്ന്. മുടങ്ങിക്കിടക്കുന്ന ഉത്സവം നടത്തുവാൻ ദേവസ്വം ബോർഡ് അനുമതിയും നൽകിയിട്ടുണ്ട്. മുടങ്ങിക്കിടക്കുന്ന ഉത്സവം ഈശ്വരമംഗലം കോവിലകം. എന്താപ്പത്? ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ എന്നെ പോലുള്ള തൊഴിലാളികളെ പട്ടിണിക്കിട്ടിട്ട് താമരപ്പൂക്കൾ പറിക്കാമെന്ന് കരുതണ്ട. താമരപ്പൂക്കള് പറിക്കണ്ടാന്നോ? ഇതെന്താ നഴ്സറി സ്കൂളാ? ഇതൊക്കെ ഒരു വിഷയാണോടോ ഗുണ്ടേ? എന്നെ പോലുള്ള തൊഴിലാളികളെ പട്ടിണിക്കിട്ടിട്ട് താമരപ്പൂക്കൾ പറിക്കാമെന്ന് കരുതണ്ട. തൊഴിലാളികളെ പട്ടിണിക്കിട്ടിട്ട് താമരപ്പൂക്കള് പറിക്കരുത്. പോയി 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 പോയി. ഇയാള് മുണ്ട് മടക്കി കുത്തുകയാണോ അതോ അഴിച്ചു കളയാണോ? ഈ മോഹൻലാലൊക്കെ ഇത് എങ്ങനെ എന്തോ കാണിക്കുന്നത്? തമ്പുരാനെ അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഓക്കെ, പൊറുക്കാം. പക്ഷെ എന്താണ് ഈ ഔവേഗം? അവിവേകമാണെങ്കിൽ പൊറുക്കണം. തമ്പുരാനെ, അവിവേകമാണെങ്കിൽ പൊറുക്കണം. മതി, അത്ര വേണ്ടുള്ളൂ. ഇത് പറഞ്ഞിട്ട് എങ്ങടെങ്കിലും പോവാണ്ടോ? അവിവേകമാണെങ്കിൽ പൊറുക്കണം. ശിവക്ഷേത്രന്റെ ശ്രീകോവിൽ തുറന്ന്. എന്താണ് ശിവക്ഷേത്ര ശ്രീകോവിലോ? ശിവക്ഷേത്രന്റെ ശ്രീകോവിൽ തുറന്ന്. ഓ, ശിവക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ. അതെ, ഒരു കാര്യം പറയട്ടെ, എല്ലാ തവണയൊന്നും ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനൊന്നും പറ്റില്ല. ശിവക്ഷേത്രന്റെ ശ്രീകോവിൽ തുറന്ന്. നീ നല്ല വാർത്ത പേസണം, നീ കാതിലെ നാറ വാർത്ത അതാണ്ട വിഴുത്. ഉത്സവം നടത്തും. താമരപ്പൂക്കളും പറിക്കും. താമരപ്പൂക്കൾ പറിക്കുന്നതും ഉത്സവം നടത്തുന്നതുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. താമരപ്പൂ നീ കണ്ടുമോഹിച്ചു വല്ല പണിക്കുമ്പോടോ. അതിന്റെ ഇടയില് ഭദ്രന്റെ ഇളിയൽ പാർട്ട് 2. എടാ, ഗുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന വേലയും കൂലിയൊന്നും ഇല്ലാത്തവനാ ഉണ്ട. ഉത്സവം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. അപ്പൊ നീ മരിക്കാൻ തീരുമാനിച്ചോ? വെറുതെ ആ ശിവയുടെ കയ്യിൽ നിന്ന് പള്ളക്കെട്ട് കുത്തു മേടിക്കണ്ട. ഹോ, വാങ്ങി കൂട്ടുകയാണല്ലോ ഭദ്ര. ആ മീനാക്ഷിയെ വളയ്ക്കാൻ പോലും കഴിവില്ലാത്തവനാ ഉത്സവം മുടക്കാൻ പോകുന്നത്. ഒന്ന് പോടാ നീ. പാവണ്ട് കേട്ടോ, അപ്പൊ അയാള് കരയും. തന്റെ കണ്ണൊക്കെ വേറിട്ടുണ്ടല്ലോ. മീനാക്ഷിയുടെ പുറകെ മണത്ത് നടക്കാനാ ഭദ്ര നിന്റെ വിധി. അയാൾക്ക് പോവാൻ സമയമായി. എന്നാ പിന്നെ അങ്ങോട്ട് എണീക്കല്ലേ ഭദ്ര. തന്നെ രക്ഷിച്ച ശിവയോട് മീനാക്ഷിക്ക് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ മീനാക്ഷി ശിവയോട് ഇഷ്ടമാണ് എന്നൊന്നും പറയാതെ ശിവയുമായുള്ള കല്യാണം തീരുമാനിച്ച് നേരെ ഒരു പാട്ടിലേക്ക് പോയി. കുന്നിന്റെ മുകളിൽ പുലിക്കളി, മറ്റ് കലാരൂപങ്ങൾ എല്ലാം പ്രത്യക്ഷപ്പെടുകയാണ്. ശിവനെ ഇഷ്ടാണെങ്കിൽ ആദ്യം അത് അയാളോട് പോയിട്ട് പറയണം. എന്നിട്ട് പോരെ പുലിക്കളിയും കലാരൂപമൊക്കെ. നോക്കുമ്പോണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശിവയ്ക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഇനി മരണമാണ് ഈശ്വരൻ വിധിച്ചെങ്കിലും എന്നോടൊപ്പം നീ ഉണ്ടാവും. അതറിഞ്ഞ മീനാക്ഷി തകർന്നു പോയി. വെറുതെ എന്റെ പൊട്ട മനസ്സിൽ തോന്നിയതാ. ഇവളെന്തായി പറയുന്നത്? ഇപ്പോഴും കാര്യം എന്താന്ന് തുറന്നു പറയാതെ ഒരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് മീനാക്ഷി പോവാണ്. അച്ഛനോട് ഞാനിപ്പോ എന്താ പറയാ? പുള്ളിക്കാരൻ വലിയ സന്തോഷത്തില. എന്താ ലോട്ടറി അടിച്ചോ? ഇനി ഭദ്രന്റെ അടുത്ത ഇളിയൽ പാർട്ട് 3. ഇയാൾക്ക് ഇതൊക്കെ കൂടി ഒരു ബുക്കാക്കിയിട്ട് ഇറക്കിക്കൂടെ? ഭദ്രന്റെ തിരഞ്ഞെടുത്ത 1001 നാണകടലുകൾ. എഴുതിയത് താമരക്കുളം നിവാസികൾ. മീനാക്ഷിക്ക് ഒരു പ്രത്യേക മണമുണ്ട്. ആ മണം എപ്പോഴും ചങ്കിന്ന് പോകുന്നില്ല. നിനക്ക് പട്ടിയുടെ യോഗ. വെറുതെ ഇങ്ങനെ മണത്ത് നടക്കാം. നാട്ടിലത്തെ നാണംകടല് സഹിക്കാൻ പറ്റാതെയാണ് അയാൾ കാട്ടിക്ക് വന്നത്. നോക്കുമ്പോ അവിടെ അതുക്കും മേലെ. ശിവന്റെ വരവോടെ നീ ഇവിടെ വെറും പട്ടി തന്നെ. ഒരു ഗ്യാപ്പൊക്കെ കൊടുക്ക്, അയാളൊന്ന് ശ്വാസം വിടട്ടെ. തലങ്ങും വിലങ്ങും നിന്ന് പാവത്തിന്. കൊല്ലണവനെ. തെങ്കാശിപുരത്ത് നാളെ ഇറക്കണം. എന്തായാലും ശിവയെ അടിക്കാൻ ഭദ്രൻ പുറത്തുനിന്ന് ആളെ ഇറക്കുകയാണ്. അങ്ങനെ ഉത്സവം വന്നെത്തി. ഉത്സവത്തിന് തിരുവാഭരണം കൊണ്ടുപോകുന്നത് നമ്മുടെ ശിവയാണ്. എനിക്കതല്ല, ഈ തിരുവാഭരണം കൊടുക്കാൻ മാത്രം ഇയാൾക്ക് നാട്ടിൽ ഇത്രയും പവറൊക്കെ എങ്ങനെ വന്നു അതെനിക്ക് മനസ്സിലാവണില്ല. 4-5 കൊട്ടയില് താമരപ്പൂ പറിച്ചു കൊടുത്തപ്പോഴേക്കും ഇയാളെ നാട്ടുകാരൊക്കെ കൂടി ഇവിടുത്തെ രാജാവാക്കി മാറ്റി. അവൻ ഇവിടുന്ന് ജീവനോട് പോവില്ല. ഇതിപ്പോ വാടകയ്ക്ക് തല്ലാൻ വന്നവൻ ഇയാളോട് ആജ്ഞാപിക്കുകയാണല്ലോ. അയാൾക്ക് തല്ലാൻ അറിയിച്ച അയാൾ ഇപ്പൊ തന്നെ വിളിക്കോ? എന്താ ഇത്, പപ്പടോ? ഇതെന്താ, ജോൺ വിക്കിന്റെ പോസ്റ്ററോ? അവിടെ ഒരു ട്വിസ്റ്റ്. ശിവ ഒരു കൊലയാളിയാണ്. ഫ്ലാഷ് ബാക്ക്.
ശിവ തമിഴ്നാട്ടിലെ സാവുമേളം അടിക്കുന്ന ആളാണ്. അങ്ങനെ അയാൾ ഒരുപാട് വീട്ടിൽ പോയി. അവിടെയൊക്കെ സന്തോഷത്തോടെ സാവുമേളം അടിച്ച് കളിച്ചു. പക്ഷെ ഒരു വീട്ടിൽ പോയപ്പോ മാത്രം അയാൾക്കൊരു സങ്കടം. അയാൾക്ക് സാവുമേളം അടിക്കാൻ പറ്റുന്നില്ല. നരമ്പ് തളർച്ചയാ? ഏയ് അതല്ല, അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നു. അത് കണ്ടപ്പോ അയാൾക്ക് സങ്കടം വന്നു. അപ്പൊ ഇതിനു മുന്നേ ഇയാൾ സാവുമേളം അടിക്കാൻ പോയ വീട്ടിലൊക്കെ ബന്ധുക്കളിരുന്ന് ചിരിക്കുകയായിരുന്നു. ആ കുട്ടീന്റെ കാര്യം നീ വിഷമിക്കണ്ട. എന്തായാലും അവിടെ വെച്ച് ആ പെൺകുട്ടിയോട് അയാൾക്ക് പ്രേമം തോന്നുകയാണ്. അരേ വാ, ഫ്രഷ് സാധനം. മരണ വീട്ടിലെ കാതൽ. ഒരു പ്രേമവും മണ്ണാങ്കട്ടി. സ്നേഹത്തിനുവേണ്ടി എന്ത് നഷ്ടപ്പെട്ടാലും ഒരു സന്തോഷല്ലേ? ജീവൻ നഷ്ടപ്പെട്ടാലോ? കഴിനാക്കുണ്ടെന്ന് പറയാടാ. ശിവയുടെ കാമുകിയുടെ പേരാണ് വൈഗ. വൈഗയുടെ പിന്നാലെ നടക്കുന്ന ഒരു ഗുണ്ടാ തലവനുണ്ട്. അയാളെ കാണിക്കുമ്പോ ഒരു BGM വരും. ഹോ എന്റെ പൊന്നോ, ചെവിയുടെ അടുത്ത് വന്ന് ആരോ തുപ്പി കൂട്ടുന്ന പോലത്തെ ഒരു BGM. സാർ യുവർ സ്പ്രേയിങ് സാർ. തന്റെ മാപ്പിളേക്ക് ടീ കൊടുമാ. എന്തിനാ ചേട്ടാ ഒരു ഗ്ലാസ് ചായ? ഇന്നാ മൊത്തം കുടിച്ചോ? വൈഗയ്ക്ക് ശിവൻ ഇഷ്ടമാണ്. അതറിഞ്ഞ ഗുണ്ട വൈഗയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. അതറിഞ്ഞ ശിവ ഗുണ്ടയെ കുത്തിക്കൊന്നു. ഫ്ലാഷ് ബാക്ക് ഓവർ. അങ്ങനെ പോലീസ് നമ്മുടെ ശിവശങ്കരനെ, സംഹാരമൂർത്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നും പുറത്തു വന്ന ശിവ താമരക്കുളത്തെ മാറ്റങ്ങൾ കണ്ട് ഞെട്ടി നിന്നു. ഒന്നാമത്തെ മാറ്റം, സതീശന്റെ താടി 2 എണ്ണം നരച്ചു. ശിവ, നിന്റെ വരവ് ഈ നാട്ടിൽ ഒരുപാട് നന്മ നിറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണ ഊച്ചാളി ഭദ്രൻ അവസാനം മീനാക്ഷിയെ തന്നെ കെട്ടി. ഏത്? എന്നിട്ട് ഭദ്രനും മീനാക്ഷിയും താമരപ്പൂ വിറ്റ് സന്തോഷത്തോടെ ജീവിച്ചുത്രേ. ചേരേണ്ടത് ചേർന്നു. ഇപ്പൊ ഞങ്ങള് നല്ല സന്തോഷത്തിലാ. അതെന്താ? പടം കഴിയാറായി. അതന്നെ. ഫ്ലാഷ് ബാക്ക്. എടി അരണം കെട്ടോളെ, കിടന്ന് ചിലക്കാതെ. കുടിക്കുമ്പോ മാത്രം വരുന്ന ഒരു സ്നേഹം. ഞാൻ ചത്താലും നിന്റെ പൂത് നടക്കാൻ പോകുന്നില്ല. അയ്യോ, ചത്താലും ഞാൻ അയാളുടെ മുമ്പിൽ തല നീട്ടി കൊടുക്കില്ല. ഇപ്പൊ ഞങ്ങള് നല്ല സന്തോഷത്തിലാ. വൈക, ഇന്ന് അവൾ അനാഥയല്ല, എന്റെ മോള. ഇയാൾ എല്ലാരെയും അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ജോലി തേടി വന്ന ശിവനെ ഇയാൾ അനിയനെ പോലെ ഏറ്റെടുത്തു. ഇപ്പതാ വൈഗയെ ഇയാൾ മകളെ പോലെ ഏറ്റെടുത്തു. എന്നെ ഏറ്റെടുക്കൂ ആരെങ്കിലൊക്കെ ആയിട്ട്, കൊച്ചച്ഛന്റെ മകനോ? എന്റെ പൊന്നോ വേണ്ട. അങ്ങനെ സ്നേഹിച്ചവരൊക്കെ ഒന്നിച്ചു. അതോടെ ഈ പടം കഴിഞ്ഞു. ഇത് തെങ്കാശിക്കാറ്റല്ല, ഓഗി ചുഴലിക്കാറ്റാണ്. ദുരന്തം. അപ്പൊ ശരി. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദി. ഞങ്ങൾ ഇറങ്ങട്ടെ.